ആശാസ് ഫാമിലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടെ ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് സ്റ്റോറി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഓൾ അനുഭവിക്കുന്ന ഇതേ സിറ്റുവേഷനിലൂടെ നമ്മളിൽ കുറേ ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. നോ മാറ്റർ ഇതൊരു പെൺകുട്ടി, ഒരു ഭാര്യ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവ് അനുഭവിക്കുന്നു, അങ്ങനെയുള്ളതല്ല. നിങ്ങളുടെ പാർട്ട്ണർ, അത് വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരിൽ ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയാനും അതിൽ നിന്ന് പുറത്തു വരാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവാത്ത, പുറത്തൊരാൾക്കും നിങ്ങളതിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെയൊക്കെ ആയിരിക്കും മേ ബി ഈ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. മോസ്റ്റ്ലി ഗേൾസിനാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. പുരുഷന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, ഓളും ഓളുടെ ഹസ്ബൻഡും തമ്മിലുള്ള എൻ്റെയൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു വെച്ചാൽ, വാവ്, ജസ്റ്റ് വാവ്. കാരണം പുള്ളി അവളെ നന്നായിട്ട് പാമ്പർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഞാനില്ലാന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, മാഷാല്ലാ അടിപൊളി ലൈഫാണല്ലോ അല്ലേ അവരുടെ, അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ, അതായത് അവളുടെ ഹസ്ബൻഡ് ചെയ്തു വന്നിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് വർഷങ്ങൾ, ഐ മീൻ ഒരു ഓൾമോസ്റ്റ് ഒരു 8 മാസം 9 മാസത്തോളമൊക്കെ പുള്ളി ഇവളുടെ അടുത്ത് ഭയങ്കര ഹാപ്പിലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മാത്രമല്ല ഇവളോട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടാത്ത സ്നേഹം, എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, എൻ്റെ സിബ്ലിങ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം, ഈവൺ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം പോലും ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വേൾഡ് തന്നെ നീയാണ്, എൻ്റെ ഈ ലോകത്ത് ഞാൻ നിൻ്റെ അത്രയും വേറെ ആരെയും സ്നേഹിക്കുന്നില്ല, നീയാണ് എൻ്റെ എൻറ്റയർ വേൾഡ് എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല പുള്ളി അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, അവളില്ലാതെ ആൾക്ക് ജീവിക്കാനേ സാധിക്കൂല എന്നുള്ളൊരു എന്താ പറയുക ഒരു സംഭവമൊക്കെ പുള്ളി അവളുടെ അടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അവളുടെ ഫാമിലിയുടെ അടുത്ത്, ആളുടെ ഫാമിലിയുടെ അടുത്ത്, ഇവർ കോമൺ ആയിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അവളാണ് എൻ്റെ എല്ലാം, അവൾ പറയുന്നതാണ് ഞാൻ കേൾക്കുക. അതുമാത്രമല്ല അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഒരു സ്നേഹത്തിൻ്റെ പാർട്ടായിട്ട് ഇവൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവൾ കുറച്ചധികം ഇവളുടെ ഫാമിലിയിലോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടുന്ന സമയത്ത്, ഓൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോട് നടക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഒരു കൺട്രോളിങ് അവളുടെ അടുത്ത് ഇയാൾ വെക്കാൻ തുടങ്ങി. ഈ കൺട്രോളിങ് വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് ആൾക്ക് ഇവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇഷ്ടക്കൂടുതലുകളൊക്കെ പോയിട്ട് ആളതിനെ റിയാക്ട് ചെയ്യുന്ന രീതി തന്നെ ടോട്ടലി മാറിയെന്നല്ല, ആൾ നിനക്കിപ്പോൾ നിൻ്റെ വീട്ടുകാർ മാത്രം മതിയല്ലോ, നിനക്ക് നിൻ്റെ ബ്രദറാണ്, ഇവൻ ബ്രദറാണ്, വല്യച്ഛൻ്റെ മകൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രദറായിട്ട് പോലും നീ അവനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിൻ്റെ അനിയനോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതൊരു കൺട്രോളിങ് ലെവലിലോട്ട് വരാൻ തുടങ്ങി. കാരണം ഇവള് പേടിച്ചിട്ട് ഈ പറയുന്ന ബ്രദേഴ്സിനോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാതും പുള്ളി വെക്കുന്നത് ഈ പറയുന്ന സ്നേഹത്തിൻ്റെ ടാഗ് ലൈനിലോട്ടാണ്. ഈ ടാഗ് ലൈനിലോട്ട് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിനക്കും ഞാൻ മാത്രം മതി, നിനക്ക് വേറെ ആരും ആയിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ എല്ലാ കോണ്ടാക്ട്സും ഇയാൾ ഇൻഡയറക്ട്ലി കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവൾ ഇയാളുടെ അടുത്ത് ചോദിക്കണം, നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് എൻ്റെ അടുത്തുള്ള ഈ പറയുന്ന ഞാൻ ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കീപ്പ് ചെയ്യുന്നതൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു തൊട്ട് ഇവൾ ഇയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇറക്കുന്ന ഒരു സാധനമുണ്ട്, ഞാനല്ല മാറിയത് നീയാണ് മാറിയതെന്ന്. ഓരോ ചെറിയ ഐറ്റംസ് എടുത്തിട്ട് വന്നിട്ട് ഇവളെന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അവളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശീലം. അത് അടിച്ചേൽപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ ഇത്രയേറെ സ്നേഹിച്ചിട്ടും നീ നിൻ്റെ വലിയച്ഛൻ്റെ മോനോട് സംസാരിക്കാനായിട്ട് പോയില്ലേ, ഞാനും നീയും ഒരുപോലെ ഒരേ കളർ ഡ്രസ്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോയിട്ട് ആ ഡ്രസ്സ് ഞാനും നീയും ഇട്ടു എന്നല്ലാതെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നീ നിൻ്റെ കസിൻസിൻ്റെ കൂടെ പോയിരുന്ന് വർത്താനം പറഞ്ഞില്ലേ, ഇപ്പോൾ പിന്നെ എന്തിനാ ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഒരേ സെയിം കളർ ഡ്രസ്സ് എടുത്തിട്ട്, ഇങ്ങനെയുള്ള കുറേ പരാതി പരിഭവങ്ങളൊക്കെ ആളുടെ സൈഡിൽ നിന്ന് വരാൻ തുടങ്ങി. അതായത് ചെറിയ കാര്യങ്ങളാണ്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഫാമിലി ഫംഗ്ഷന് പോയി, ആ ഫാമിലി ഫംഗ്ഷനിൽ ഓൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമാക്കി എടുത്ത് ദിവസങ്ങളോളം തെറ്റാനും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും തുടങ്ങി. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇവൾ ഒരു തവണ ഇവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, ആളിത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയുണ്ട്,
എൻ്റെ എൻ്റെയർ വേൾഡ് തന്നെ അവളാണ്. അവളെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ആ പാർട്ടിക്ക് പോയപ്പോൾ ഓളുടെ കസിൻസിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയി എന്നുള്ളത്. ആക്ച്വലി പുള്ളി ഒറ്റയ്ക്കായിരുന്നില്ല, പുള്ളിയുടെ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യണത് കണ്ടിട്ടാണ് ഇവൾ ഈ കസിൻസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഞാൻ അവളെ മിസ് ചെയ്തു. ഞാൻ അവളെ മിസ് ചെയ്തുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് ഈ പരാതി പറഞ്ഞതല്ല, ഈ പരാതി പറഞ്ഞതിനൊക്കെ അവൾ വലിയ പ്രശ്നമാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കോംപ്രമൈസ് ആക്കാൻ പോയ ആൾ തന്നെ അവളെ വിളിച്ച് ചീത്ത പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. നിനക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയിട്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് കോട്ട് ഇവളുടെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് അടുത്ത അതായത് ഇവള് തന്നെ എപ്പോഴും ഇവളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന പ്രോബ്ലംസിന് ഇവള് തന്നെ പോയിട്ട് സോറി പറയേണ്ടുന്ന ഒരവസ്ഥ. പുള്ളി ഉണ്ടാക്കുന്ന ഓരോ കുഞ്ഞി കാര്യങ്ങൾക്കും ഇവള് തന്നെ പോയി സോറി പറയേണ്ട അവസ്ഥ. എന്നിട്ട് ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക്, ഞാൻ ആള് അർഹിക്കുന്ന വാല്യൂ ആൾക്ക് കൊടുക്കാത്തതാണോ? ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇവള് എത്ര തല കുത്തി നിന്നാലും ഈ പറയുന്ന കുഞ്ഞി ഇൻസെക്യൂരിറ്റി സാധനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞി ഇൻസിഡൻസ് പുള്ളി ഉണ്ടാക്കും. ഇതല്ലെങ്കിൽ വേറൊരു കാര്യം ആളുണ്ടാക്കിയിട്ട് ഓളുടെ അടുത്ത് പോയിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയും അത് അവളുടെ മിസ്റ്റേക്കാണെന്ന് വരുത്തി തീർക്കും. അതിൻ്റെ പേരിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ആളുടെ ഒരു ഡിസോർഡറാണ്, മെൻ്റൽ ഡിസോർഡറാണ്. അപ്പോൾ അതിനാ പുള്ളി അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട് ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കുറിച്ച് എന്താ ഐഷയുടെ അഭിപ്രായം, അനുഭവിക്കുന്ന ഞങ്ങൾക്കേ അറിയുള്ളൂ, ഞങ്ങൾ എത്ര സ്നേഹം കാണിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതൊക്കെ. ആളെത്ര സ്നേഹം കാണിച്ചിട്ടും കാര്യമില്ല. ഇവരുടെ മൈൻഡിൽ ഈ ഒരു സാധനം കിടക്കുന്നത് ഒരു ഡിസോർഡറാണ്. ഈ ഒരു മൈൻഡ്, ഈ ടോക്സിസിറ്റി ആളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾ ഇവളെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. മാത്രമല്ല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ മുന്നിൽ ഇയാൾ ഭയങ്കരമായിട്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വൈഫ് എങ്ങനെയൊക്കെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയാലും വൈഫ് അനുഭവിക്കുന്ന മെൻ്റൽ അല്ലെങ്കിൽ എമോഷണൽ ടോർച്ചർ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പണി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വൈഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് ഒരു തോട്ട് ഉണ്ടായാൽ മതി. അപ്പോഴേക്കും പുള്ളി ആ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അഗ്രഷൻ കാണിക്കാൻ തുടങ്ങും. നിനക്ക് ഞാൻ മിണ്ടാണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോയാലോ ഞാൻ വിഷമിച്ചിരുന്നാലോ ഒന്നും നിന്നെ ബാധിക്കുന്ന കാര്യമില്ല, നിനക്ക് നിൻ്റെ സന്തോഷമാണ് വലുത്, നീ ജോലിക്ക് പോയില്ലേ, നീ ഫുഡ് കഴിച്ചില്ലേ, നീ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയില്ലേ, അങ്ങനെ പറഞ്ഞ് ഉള്ളതിനകത്ത് മാക്സിമം പുള്ളി ടോർച്ചർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നൊരു കാര്യം ഉണ്ട്, അച്ചക്കൻ പാവമാണ്, സൈലൻ്റാണ്, ഓളേനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് അവൾ നഗളം കുത്താണ്, അവൾക്ക് മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ അവൾ ഇതാക്കാതെയാണ്, അങ്ങനെ കുറേ കുറ്റങ്ങൾ എന്തായാലും നിങ്ങളുടെ ശരിക്കും വരുള്ളൂ. ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഭാര്യയെക്കുറിച്ച് മാത്രമേ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിരിക്കും. അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇഷ്ടത്തിനും അതേപോലെ അവരുടെ സൗകര്യത്തിനും നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ബന്ധം. അത് ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട, അത് നല്ല നിലക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട, അതിലെന്തെങ്കിലും കച്ചറകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട, ഈവൻ ഡിവേഴ്സ് ആവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട. അത്രയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ബോധിപ്പിക്കുക. കാരണം നിങ്ങൾ ഡിവേഴ്സ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കളെ എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ മക്കളെ ബോധിപ്പിക്കുക. എന്നാൽ പോലും മക്കളെ നിങ്ങൾ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തുടർന്ന് പോകണമെന്നില്ല. കാരണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ പറയുന്ന, ഇപ്പോൾ പുള്ളിയുടെ പറഞ്ഞാൽ ഭയങ്കര വലിയ എമോഷണൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ആൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഭാര്യനെ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട്, അതായത് ഭർത്താവിൻ്റെ കുറേ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ആളുടെ കുറേ പ്രശ്നങ്ങളിനെ ഡംപ് ചെയ്യാനുള്ള ഒരു വേസ്റ്റ് ബിന്നല്ല ഭാര്യ എന്ന് പറയുന്നത്. അതേ നേരെ തിരിച്ച് ഭാര്യയുടെ കേസിലും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചുകൊണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കൂല, വീട്ടുകാർ നിങ്ങളുടെ കൂടെ നിൽക്കൂല, അങ്ങനെ മനസ്സിലാക്കൂല എന്നുള്ളതിൻ്റെ പേരിലൊന്നും നിങ്ങൾ ഈ പറയുന്ന ടോക്സിസിറ്റി സഹിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പുള്ളി ജസ്റ്റ് ജേർണൽ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്, പുള്ളിയുടെ നിൽക്കുന്ന നിലവാരം എന്താണ്, പുള്ളിക്ക് എന്തെങ്കിലും ഇപ്പോൾ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി റെഡി ആവുമോ, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി റെഡി ആവുമോ, പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾ റെഡി ആവുമോ നോക്കുക. ആളെ റെഡിയാക്കി എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി നിർത്തുക. പിന്നെ ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് എടുത്താലും അവരതിൽ നിന്ന് മാറാൻ തയ്യാറായിരിക്കില്ല. തൽക്കാലത്തേക്ക് കുറച്ച് കാലത്തേക്കൊക്കെ ഒന്ന് മാറിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പണ്ടത്തെ പഠനം. അപ്പം നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നേരിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്,
തല്ല് കൊണ്ടിട്ട്, അതായത് ചെയർ കൊണ്ട് തല്ല് കൊണ്ടിട്ട് ആ ഇത്തയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഇത്ത പറഞ്ഞൊരു കാര്യമാണ്, തല്ലിയിട്ട് എൻ്റെ കൈ ഒടിഞ്ഞതിനേക്കാൾ എനിക്ക് സങ്കടം എന്താ വെച്ചാൽ പുള്ളി എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതാണ്. ആൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഈ ഒരു കൈ ഒടിഞ്ഞതിനേക്കാൾ വേദന ഉണ്ടായിഷാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ അബ്യൂസ് താങ്ങാൻ അവരുടെ ഫിസിക്ക് പിന്നെയും ശരീരം പിന്നെയും ഓക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ മെൻ്റൽ അബ്യൂസ് അവർക്ക് ഒട്ടും താങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് അവരുടെ വീട്ടുകാർ എന്തെങ്കിലും എന്നെ വന്നിട്ട് പറയും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടുകാർ തന്നെ എനിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുമെന്നൊക്കെയുള്ള പേടിയാണ്. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് വെറിഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ആ ബന്ധം നല്ല നിലക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക കേട്ടോ. നമ്മൾ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സെക്സിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ റൊമാൻസിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ ജീവിതം നല്ല നിലക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൊണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്, ആൾ ഭയങ്കര ടോക്സിക് ആണ്, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ ചേഞ്ച് ആയതുകൊണ്ട് മാത്രം പുള്ളി ചേഞ്ച് ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതേപോലുള്ള സിറ്റുവേഷനിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് എടുക്കുക. ഫാമിലിയെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുക. അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി. അവർ നിന്നാലും നിന്നില്ലെങ്കിൽ ഒരു മാറ്ററും ഇല്ല. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ പറയുക, ഇതിന് ശേഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പാരൻസ് നിങ്ങളുടെ കൂടെ നിൽക്കില്ല, നിങ്ങളുടെ ഉമ്മ നിൽക്കില്ല, നിങ്ങളുടെ ഒപ്പം നിൽക്കില്ല, നിങ്ങളുടെ കുടുംബപ്പോൾ നിൽക്കില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അളിയനായിരിക്കും അടിപൊളി ഉണ്ടാവുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും അടിപൊളി ഉണ്ടാവുക. എന്ത് വന്നാലും ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നുണ്ടാവുക. നോ മാറ്റർ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അനുഭവിക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ട്രൈ ചെയ്യുക. ബാക്കി നിങ്ങളുടെ ഫാമിലിയൊക്കെ ഗ്രാജുവലി റെഡി ആയിക്കോളൂ കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരും. ആൻഡ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇപ്പം നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റൽ ട്രോമയ്ക്ക് ഒന്ന് മൈൻഡിനെ റീഫ്രെയിം ചെയ്യുക. അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ഇന്നർ ബ്ലൂം പോലത്തെ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മെഡിറ്റേഷൻ ഡെയിലി ചെയ്യാനായിട്ട് പറ്റും, ജേർണൽ ചെയ്യാനായിട്ട് പറ്റും, ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡ് കുറേ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ടോട്ടലി ഒന്ന് ട്രാൻസ്ഫോം ആവും. അപ്പോൾ ഇന്നർ ബ്ലൂമിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്നർ ബ്ലൂമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ആർക്കെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ഹൈ പോയിൻറ്റും കൂടെ കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.